കോവളത്തെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി വിൻസെന്റിന്റെ ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ പ്രതി സന്തോഷിനെ പോലീസ് പിടികൂടി. വ്യക്തിപരമായ കാരണമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, ഏതായാലും ഇത് LDFന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമായിരുന്നു കോൺഗ്രസ് നടത്തിയെന്നാണ് മനസ്സിലാക്കുക. ഏതെങ്കിലും തരത്തിൽ ദുരൂഹത സംശയിക്കുന്നുണ്ടോ? പോലീസ് എന്താണ് പറയുന്നത്? സിജു, ഏതായാലും ഈ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം ആണ് വൈകുന്നേരം രാത്രിയോടുകൂടിയാണ് ഈ കോവളം UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള വിൻസെന്റിന്റെ ഓഫീസിലെ ലാപ്ടോപ്പും അതോടൊപ്പം തന്നെ കൊടിതോരണങ്ങളും നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതായിരുന്നു അവർ പരാതിപ്പെട്ടിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വിശദമായ പരിശോധന നടത്തുകയും പ്രതിയായ സന്തോഷിനെ പിടികൂടുകയും ചെയ്തത്. പോലീസ് വ്യക്തമാക്കുന്നത് ഇതൊരു രാഷ്ട്രീയ സംഭവമല്ല, പ്രത്യേകിച്ചും ഇത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ അവർക്കിടയിൽ നിലനിന്നതിന്റെ ഭാഗമായി ഉണ്ടായ ഒരു സംഘർഷം, ഒരു അക്രമം മാത്രമാണ് എന്നുള്ള കാര്യമാണ്. പക്ഷേ കോൺഗ്രസ് ഇത് വലിയ തോതിൽ CPM തലയിലേക്ക് ഇത് കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടത്തിയിരുന്നു. ആ ഒരു ഘട്ടത്തിൽ തന്നെ CPIM വ്യക്തമാക്കിയിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ബന്ധവും CPMന്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം അവർ അറിയിച്ചിരുന്നു. ഇപ്പോഴേതായാലും പോലീസ് അന്വേഷണത്തിലും അത് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. വ്യക്തിപരമായ കാരണമാണ് ഈ അക്രമത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം തന്നെയാണ് പ്രതി സന്തോഷിൽ നിന്നും പോലീസിന്റെ ചോദ്യം ചെയ്യുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ഷീജയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. വിൻസെന്റിന്റെ ഓഫീസ് ആക്രമിച്ചു എന്നുള്ള ആ കള്ളവും ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ്.